Hi students, welcome back to our investment class. In the last video, we already discussed about what is portfolio, what are the different types of portfolio, and the portfolio process, portfolio management process, and how to calculate portfolio return. In this video, I want to explain about how to calculate portfolio risk. പോർട്ട്ഫോളിയോ റിസ്ക് എന്നുള്ളത് ഒരു ഇൻവെസ്റ്റർ പല സെക്യൂരിറ്റികളിലായിട്ട് ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോൾ ആ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നതിൽ അവർക്ക് എത്ര റിസ്ക് എലമെന്റ് ഉണ്ട് എന്നുള്ളത് കാണാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് പോർട്ട്ഫോളിയോ റിസ്ക്. As a first step in the portfolio analysis, an investor needs to specify the list of securities eligible for selection or inclusion in the portfolio. Okay, then ഈ പോർട്ട്ഫോളിയോ റിസ്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് മെയിൻ ആയിട്ടും വേണ്ടത് സാധാരണ നമ്മൾ ഇൻഡിവിജ്വൽ സെക്യൂരിറ്റിയുടെ റിസ്ക് കാണുക എന്ന് പറയുമ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും അല്ലെങ്കിൽ വേരിയൻസ് ഒക്കെ നമുക്ക് മതിയായിരുന്നു. പക്ഷേ ഇതിന്റെ കേസിൽ അങ്ങനെ രണ്ട് സെക്യൂരിറ്റീസിന്റെ റിസ്ക് കാൽക്കുലേഷൻ ആണ് നമ്മൾ ഈ രണ്ട് സെക്യൂരിറ്റീസ് വരുന്ന പോർട്ട്ഫോളിയോയുടെ റിസ്ക് കാൽക്കുലേഷൻ ആണ് ഇപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിൽ ജസ്റ്റ് വേരിയൻസ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ മാത്രമായി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ആ റിസ്ക് മെഷർ ചെയ്യാൻ പറ്റില്ല. അതിന് നമുക്ക് കോവേരിയൻസ് കാണണം, കോറിലേഷൻ കാണണം. ഇതൊക്കെ കണ്ടതിന് ശേഷം മാത്രമാണ് പോർട്ട്ഫോളിയോയുടെ റിസ്കിലേക്ക് പോർട്ട്ഫോളിയോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാനായിട്ട് പറ്റുള്ളൂ. The variance of a portfolio is not simply a weighted average of variance of individual securities. The relation between each security in the portfolio with every other security are measured by the covariance of return. Okay, the variance of a portfolio with only two securities in it may be calculated with the following formula, that is sigma p square is equal to x1 square. Here x1 means the proportion of first security in the portfolio. Then sigma 1 square means standard deviation of first security and square, and x2 square means the proportion of security 2 in the portfolio, and sigma 2 square means the standard deviation square of security 2. And here R12 means the correlation between first and two securities returns. അപ്പോൾ ഈ ഇക്വേഷനിൽ അപ്ലൈ ചെയ്താൽ നമുക്ക് പോർട്ട്ഫോളിയോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടും. ദെൻ പോർട്ട്ഫോളിയോ ഇതിപ്പോൾ വേരിയൻസിന്റെ ഇക്വേഷൻ ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടാനായിട്ട് നമ്മൾ അതിന്റെ റൂട്ട് എടുക്കാം. ഇനി ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് കോറിലേഷൻ കാണണം. കോറിലേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ കോവേരിയൻസ് കാണണം. അത് കണ്ടതിന് ശേഷമാണ് നമുക്ക് ഈ ഒരു ഇക്വേഷനിലേക്ക് എത്താൻ പറ്റുള്ളൂ. Okay, then portfolio diversification എന്നുള്ള മുൻപത്തെ ഇതിൽ പറഞ്ഞിരുന്ന diversification mean investing in different types of securities, the process of combining securities in portfolio, and the main aim of portfolio diversification is to reduce the risk. Then securities returns perfectly positive correlated ആയിട്ട് വരാം, നെഗറ്റീവ് correlated ആയിട്ട് വരാം. പോസിറ്റീവ് correlated ആണെന്നുണ്ടെങ്കിൽ രണ്ടും ഒരേ ഡയറക്ഷനിൽ മൂവ് ചെയ്യണു എന്നുള്ളത് മീൻ ചെയ്യണു. നെഗറ്റീവ് ആണ് നമ്മുടെ കോറിലേഷൻ എന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യണം എന്നുള്ളതാണ് മീൻ ചെയ്യണത്. ഇനി നമുക്ക് ഇതിൽ ഓരോ സ്റ്റേജസ് ആയിട്ട് ആദ്യം നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണണം. പോർട്ട്ഫോളിയോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണണമെങ്കിൽ ആദ്യം കോവേരിയൻസ് കാണണം. കോവേരിയൻസ് is the measure of the directional relation between return on two risky assets. There are two equations for calculating covariance. രണ്ട് കേസസ് വരിക, ഒന്ന് പ്രോബബിലിറ്റി തരുന്ന കേസും അടുത്തത് പ്രോബബിലിറ്റി തരാത്ത കേസും. ഇതിലെ ഫസ്റ്റ് ഇക്വേഷൻ പറഞ്ഞിരിക്കുന്നത് വിത്തൗട്ട് പ്രോബബിലിറ്റി ആണ്. വിത്തൗട്ട് പ്രോബബിലിറ്റി ആകുമ്പോൾ നമുക്ക് വേണ്ടത് എക്സ്പെക്റ്റഡ് റിട്ടേൺ കാണണം. ദെൻ എക്സ്പെക്റ്റഡ് റിട്ടേണിൽ നിന്ന് ഓരോ സെക്യൂരിറ്റിയുടെയും ഡീവിയേഷൻ കാണണം, റിട്ടേണിന്റെ ഡീവിയേഷൻ കാണുക. ദെൻ അങ്ങനെ ഓരോ സെക്യൂരിറ്റിയുടെയും ഡീവിയേഷൻ, ഫസ്റ്റ് സെക്യൂരിറ്റിയുടെ ഡീവിയേഷൻ then സെക്കൻഡ് സെക്യൂരിറ്റിയുടെ ഡീവിയേഷൻ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. അതിനെ അതിന്റെ ടോട്ടൽ എടുത്തിട്ട് ഡിവൈഡഡ് ബൈ n ചെയ്യാം. ഇതാണ് വിത്തൗട്ട് പ്രോബബിലിറ്റി വരുന്ന കേസിൽ. അടുത്തത് വിത്ത് പ്രോബബിലിറ്റി ആണ്. വിത്ത് പ്രോബബിലിറ്റി വരുന്ന കേസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഇതേപോലെ തന്നെ ഡീവിയേഷൻ എടുക്കുക. ഫസ്റ്റ് സെക്യൂരിറ്റിയുടെ റിട്ടേണിൽ നിന്ന് അതിന്റെ എക്സ്പെക്റ്റഡ് റിട്ടേൺ മൈനസ് ചെയ്ത് ഡീവിയേഷൻ കാണാം. അതുപോലെ സെക്കൻഡ് വണ്ണിന്റെ ഡീവിയേഷൻ കാണുക. അത് രണ്ടും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. ദെൻ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റീസുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. ദെൻ അത് ആ കോളത്തിന്റെ ടോട്ടൽ ആണ് നമ്മുടെ സെക്കൻഡ് മെത്തേഡ്, അതായത് വിത്ത് പ്രോബബിലിറ്റി എന്നുള്ള ക്വസ്റ്റ്യനിൽ
കോവേരിയൻസ് കാണാനുള്ള ഇക്വേഷൻ. ദെൻ അത് കിട്ടിക്കഴിഞ്ഞാൽ കോറിലേഷൻ കാണാം. കോറിലേഷൻ കാണാനായിട്ട് നമുക്ക് കോവേരിയൻസ് വേണം, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വേണം. കോവേരിയൻസ് എ ബി ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ബി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോറിലേഷൻ ഓഫ് എ ബി കിട്ടും. ദെൻ അത് കിട്ടിയതിന് ശേഷമാണ് നമ്മൾ ഈ ഇക്വേഷനിലേക്ക് പോകേണ്ടത്. അവിടെ പ്രൊപ്പോർഷനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കോറിലേഷനും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പോർട്ട്ഫോളിയോ വേരിയൻസ് കാണാം. പോർട്ട്ഫോളിയോ വേരിയൻസ് കിട്ടിക്കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ചെയ്യാം. ഓക്കെ, ഇവിടെ കോറിലേഷൻ എന്താണ്, എങ്ങനെയാണ് എന്താ കോറിലേഷൻ എന്നുള്ളത് നമുക്കറിയാം. ദ ഡിഗ്രി ടു വിച്ച് ദ റിട്ടേൺസ് ഓഫ് ടു സ്റ്റോക്സ് co-movement is measured by the correlation coefficient. correlation coefficient നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് കാണണേ എന്നുള്ളത്. correlation coefficient കാണുന്നത് ഒന്ന് കോവേരിയൻസ് എന്ന് പറഞ്ഞ റിസ്ക് കാണാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് തന്നെയാണ്. പക്ഷെ കോവേരിയൻസ് എന്ന് പറയുന്നത് ആബ്സല്യൂട്ട് മെഷർ ആണ്. ആബ്സല്യൂട്ട് മെഷർ ആവുമ്പോൾ അത് നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് എളുപ്പമാവില്ല. അപ്പൊ അത് കമ്പാരിസന് വേണ്ടി ഒന്നും കൂടെ അതിനൊരു സ്റ്റാൻഡേർഡൈസ്ഡ് ഫോമിലേക്ക് ആക്കുമ്പോഴാണ് നമ്മൾ അവിടെ കോറിലേഷൻ എടുക്കുന്നത്. കോവേരിയൻസിന് അതിന്റെ കമ്പാരിസൺ പർപ്പസിന് വേണ്ടി സ്റ്റാൻഡേർഡൈസ്ഡ് ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോഴാണ് കോറിലേഷൻ ഉപയോഗിക്കുന്നത്. ഈ കോറിലേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് it is important because it affects the degree to which diversification can be achieved using various assets. ഡൈവേഴ്സിഫിക്കേഷൻ ചെയ്യുന്നത് യൂസ്ഫുൾ ആണോ അല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് കോറിലേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. കാരണം കോറിലേഷന്റെ വാല്യൂ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ, അത് പെർഫെക്റ്റ് പോസിറ്റീവ് ആണോ പെർഫെക്റ്റ് നെഗറ്റീവ് ആണോ എന്നുള്ളത് നോക്കിയിട്ട് നമ്മൾ ഡൈവേഴ്സിഫൈ ചെയ്താൽ അത് ഇൻവെസ്റ്റർക്ക് ബെനിഫിഷ്യൽ ആവോ ഇല്ലയോ എന്നുള്ളതൊക്കെ അറിയാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നമുക്കൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. In this question, there are two securities in the portfolio, X and Y. And the individual returns of these securities are given for 4 years. In the case of X, the returns are 10, 12, 16 and 18. And in the case of Y, the returns are 17, 13, 10 and 8. Okay, അപ്പോൾ ഇതിൽ നിന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് വേരിയൻസ് കാണാം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് വേരിയൻസ് കാണണം എന്നുണ്ടെങ്കിൽ കോവേരിയൻസ് കാണണം എന്നുണ്ടെങ്കിൽ നമുക്ക് RX മൈനസ് RX ബാർ കാണണം, RY മൈനസ് RY ബാർ കാണണം. ദെൻ അത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ n ചെയ്യണം. അപ്പോൾ ഇത് പ്രോബബിലിറ്റി തരാത്ത കേസാണ്. ഇതിൽ ആദ്യം നമുക്ക് വേണ്ടത് RX ബാറും RY ബാറും കാണാന്നുള്ളതാണ്. RX ബാറും RY ബാറും കാണാനായിട്ട് ചെയ്യേണ്ടത് ഇവിടെ സെക്യൂരിറ്റി എക്സിന്റെ റിട്ടേൺ ടോട്ടൽ എടുക്കാം. 10 പ്ലസ് 12 പ്ലസ് 16 പ്ലസ് 18 ഡിവൈഡഡ് ബൈ 4 ചെയ്യും. അതേപോലെ 17 പ്ലസ് 13 പ്ലസ് 10 പ്ലസ് 8 ഡിവൈഡഡ് ബൈ 4 ചെയ്യുക. അപ്പോൾ നമുക്ക് ഇൻഡിവിജ്വൽ സെക്യൂരിറ്റിയുടെ എക്സ്പെക്റ്റഡ് റിട്ടേൺ കിട്ടും. ഇത് കിട്ടിയതിന് ശേഷം വേണം നമുക്ക് കോവേരിയൻസ് കാണാൻ. നമുക്കത് കോളം വൈസ് ചെയ്യായിരിക്കും എളുപ്പം. ഇയറിനൊരു കോളം കൊടുക്കുക, ദെൻ റിട്ടേൺ എടുത്ത് എഴുതി, എന്നിട്ട് ആ റിട്ടേണിന്റെ ടോട്ടൽ എടുത്തു, അതിനെ ഡിവൈഡഡ് ബൈ 4 ചെയ്താൽ നമുക്ക് RX ബാർ കിട്ടി. അതേപോലെ സെക്യൂരിറ്റി വൈഡ് എടുത്തു, റിട്ടേൺ എഴുതി, റിട്ടേണിന്റെ ടോട്ടൽ എടുത്തു, RY ബാർ കണ്ടു. ഇനി നമുക്ക് ഡീവിയേഷൻ കാണാം. RX മൈനസ് RX ബാർ. അപ്പോൾ 10 മൈനസ് 14, 12 മൈനസ് 14, അങ്ങനെ ഓരോന്നിന്റെയും ഡീവിയേഷൻ എടുക്കാം. അടുത്തത് ഇതേപോലെ തന്നെ നമ്മൾ ഇവിടെ എക്സ്പെക്റ്റഡ് റിട്ടേൺ കണ്ടു. അപ്പോൾ 17 മൈനസ് 12, 13 മൈനസ് 12, 10 മൈനസ് 12, 8 മൈനസ് 12 ഡീവിയേഷൻ കിട്ടി. ഇനി ചെയ്യേണ്ടത് ഈ രണ്ട് ഡീവിയേഷൻസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ -4 into 5 മൈനസ് 20, -2 into 1 minus 2, 2 minus 2 minus 4, 4 minus 4 minus 16. അതുകൊണ്ട് ടോട്ടല് -42. ഇനി ചെയ്യേണ്ടത് അതിനെ n കൊണ്ട് ഡിവൈഡ് ചെയ്യുക. n എന്ന് പറയുന്നത് ഇവിടെ 4 വർഷത്തെ റിട്ടേൺ ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ 4 വർഷത്തെ റിട്ടേൺ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് ജസ്റ്റ് 10.5 അല്ല, -10.5 ആണ്. -10.5. അപ്പോൾ റിട്ടേൺസ് ഓഫ് സെക്യൂരിറ്റി സെയിം ഡയറക്ഷനിലല്ല. ഇത് ക്വസ്റ്റ്യനിൽ അവർ നെഗറ്റീവ് ഇടാൻ വിട്ടുപോയത് കൊണ്ടാണ്. അപ്പോൾ ആ നെഗറ്റീവ് എന്നുള്ളത് കറക്റ്റ് ചെയ്യുക. ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുക. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുക. കോവേരിയൻസിന്റെ വാല്യൂ നെഗറ്റീവ് കിട്ടിയെന്നുണ്ടെങ്കിൽ അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ മീനിങ്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. ഇതിൽ കോവേരിയൻസ് മാത്രമല്ല കോറിലേഷനും കാണണം. അപ്പോൾ ഇതേപോലെ തന്നെ രണ്ട് സെക്യൂരിറ്റിയുടെ തന്നിരിക്കുന്നത്. ഇതിൽ എക്സ്പെക്റ്റഡ് റിട്ടേൺ അവർ തന്നിട്ടുണ്ട്. നമുക്ക് കാണണ്ട, ഓരോ സെക്യൂരിറ്റിയുടെ എക്സ്പെക്റ്റഡ് റിട്ടേൺ തന്നിട്ടുണ്ട്.
ആദ്യം നമ്മൾ ചെയ്യേണ്ടത് സെക്യൂരിറ്റി എക്സിന്റെയും വൈയുടെയും റിട്ടേൺ വേറെ വേറെ ആക്കി എടുക്കാം. എക്സിന്റെ റിട്ടേൺ 7ഉം 11ഉം ആണ്, വൈയുടെ റിട്ടേൺ 13ഉം 5ഉം ആണ്. അത് നമ്മൾ തിരിച്ചെടുക്കാം. എന്നിട്ട് കോളം വരയ്ക്കാം നേരത്തെ പോലെ. റിട്ടേൺ എഴുതാൻ, ദെൻ ഡീവിയേഷൻ കാണണം നമുക്ക്, ദെൻ അത് കഴിഞ്ഞാൽ നമുക്ക് അടുത്തത് ആ ഡീവിയേഷൻസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. ഇത്രയാണ് വേണ്ടത്. ഇവിടെ എക്സ്പെക്റ്റഡ് റിട്ടേൺ കാണാൻ വേണ്ടി കോളം വേണ്ട, കാരണം ഓൾറെഡി എക്സ്പെക്റ്റഡ് റിട്ടേൺ തന്നിട്ടുള്ളത് കൊണ്ട്. റിട്ടേൺ എഴുതി, എക്സിന്റെ റിട്ടേൺ 7 and 11, then വൈയുടെ റിട്ടേൺ 13 and 5, then deviation from expected return, അതായത് rx minus rx bar. rx bar എന്നുള്ള 9 നമുക്ക് തന്നിട്ടുണ്ട്. 7 minus 9 minus 2, 11 minus 9 2. അതേപോലെ തന്നെ ഇവിടെ 13 minus 9 4, 5 minus 9 minus 4. ഇനി ഈ രണ്ട് വാല്യൂസ് തമ്മിൽ, അതായത് ഡീവിയേഷൻസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. -8 -16 ആണ് ഡീവിയേഷന്റെ ടോട്ടൽ വരിക. അത് നമ്മൾ ഇക്വേഷനിൽ അപ്ലൈ ചെയ്തു, ഡിവൈഡഡ് ബൈ n ചെയ്തു. -16 ഡിവൈഡഡ് ബൈ 2, ദാറ്റ് ഈസ് -8 ആണ് ആൻസർ വരിക. അടുത്തത് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ കാണുക. കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ കാണാൻ കോവേരിയൻസ് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു, -8. ദെൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എക്സും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വൈ നമുക്ക് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. അപ്പോൾ -8 ഡിവൈഡഡ് ബൈ 2 മൾട്ടിപ്ലൈഡ് ബൈ 4, ആൻസർ -1 ആണ് വരുന്നത്. Here coefficient of correlation is -1. That means there exists a perfect negative correlation between two securities. This means that overall risk of the portfolio is nil or negligible. -1 ആണ് വന്നതുകൊണ്ട് നമുക്ക് പറയാം അതിന്റെ റിസ്ക് എന്ന് പറയുന്നത് നില്ലാണ്, വളരെ കുറവ്, അല്ലെങ്കിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന അത്രേ ഉള്ളൂ, നെഗ്ലിജിബിൾ ആണ്. ഓക്കെ, ഒരു ക്വസ്റ്റ്യനും കൂടെ നോക്കാം. ഈ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഇതിൽ നാലെണ്ണം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ, 4 ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യേണ്ടതുണ്ട്. ആദ്യം തന്നെ നമ്മുടെ അടുത്ത് പോർട്ട്ഫോളിയോയുടെ എക്സ്പെക്റ്റഡ് റിട്ടേൺ കാണാൻ പറഞ്ഞിട്ടുണ്ട്. ദെൻ ഓരോ സെക്യൂരിറ്റിയുടെയും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാൻ പറഞ്ഞിട്ടുണ്ട്. ദെൻ കോവേരിയൻസും കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷനും കാണാൻ പറഞ്ഞിട്ടുണ്ട്. പോർട്ട്ഫോളിയോയുടെ റിസ്ക് കാണാനും പറഞ്ഞിട്ടുണ്ട്. ഇതിൽ നോക്കുക, ഇതും പ്രോബബിലിറ്റി തരാത്ത സിറ്റുവേഷൻ ആണ്. പ്രോബബിലിറ്റി തരാത്ത സിറ്റുവേഷനിൽ എങ്ങനെയാണ് കാണണ്ടേന്നുള്ളത് നമ്മൾ തുടക്കം തൊട്ട്, അതായത് എക്സ്പെക്റ്റഡ് റിട്ടേൺ ഓഫ് ഇൻഡിവിജ്വൽ സെക്യൂരിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത് മുതൽ ഇക്വേഷൻസിൽ മാറ്റം വരും. അവിടെ മുതലേ നമ്മൾ ശ്രദ്ധിക്കണം. പ്രോബബിലിറ്റി തരാത്ത കേസ് ആണെങ്കിൽ, പ്രോബബിലിറ്റി തന്നിട്ടുള്ള കേസ് ആണെങ്കിൽ. ഈ ക്വസ്റ്റ്യനിൽ പ്രോബബിലിറ്റി തന്നിട്ടില്ല, അപ്പൊ നമ്മൾ ഇതിനു മുൻപ് ചെയ്ത പോലെ തന്നെ മതി. ഓക്കെ, നമ്മളിവിടെ ആദ്യം തന്നെ ഇൻഡിവിജ്വൽ സെക്യൂരിറ്റിയുടെ എക്സ്പെക്റ്റഡ് റിട്ടേൺ കാണാം. ഇൻഡിവിജ്വൽ സെക്യൂരിറ്റിയുടെ എക്സ്പെക്റ്റഡ് റിട്ടേൺ കാണാനായിട്ട് ചെയ്യേണ്ടത്, സെക്യൂരിറ്റി എയുടെ റിട്ടേണിന്റെ ടോട്ടൽ എടുക്കുക, ഡിവൈഡഡ് ബൈ 2 ചെയ്യുക. സെക്യൂരിറ്റി ബിയുടെ റിട്ടേണിന്റെ ടോട്ടൽ എടുക്കുക, ഡിവൈഡഡ് ബൈ 2 ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ കിട്ടി എയുടെ എക്സ്പെക്റ്റഡ് റിട്ടേൺ 15ഉം ബിയുടെ എക്സ്പെക്റ്റഡ് റിട്ടേൺ 13ഉം ആണ്. ദെൻ അടുത്തത് പോർട്ട്ഫോളിയോയുടെ എക്സ്പെക്റ്റഡ് റിട്ടേൺ. പോർട്ട്ഫോളിയോയുടെ എക്സ്പെക്റ്റഡ് റിട്ടേൺ നമുക്ക് കാണാനായിട്ട് എന്തൊക്കെ വേണം? നമുക്ക് പ്രൊപ്പോർഷൻ വേണം. സ്റ്റോക്ക് എ എത്ര പ്രൊപ്പോർഷൻ ആണ് മൊത്തം പോർട്ട്ഫോളിയോയിലുള്ളത്, ബി എത്രയാണ്? ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 16ഉം 14ഉം ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ കറസ്പോണ്ടിങ് സെക്യൂരിറ്റികളുടെ എയുടെയും ബിയുടെയും കറസ്പോണ്ടിങ് പ്രൊപ്പോർഷനും ദെൻ അതിൻ്റെ എക്സ്പെക്റ്റഡ് റിട്ടേണും തമ്മിൽ ആദ്യം മൾട്ടിപ്ലൈ ചെയ്യാം. എന്നിട്ട് ഇത് രണ്ടിൻ്റെയും കൂടെ ടോട്ടൽ എടുക്കാം. അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് പോർട്ട്ഫോളിയോയുടെ എക്സ്പെക്റ്റഡ് റിട്ടേൺ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്തു, ഇവിടെ പോർട്ട്ഫോളിയോ സെക്യൂരിറ്റി എയുടെ 0.6, അതായത് 60% എന്നുള്ളതിന് പകരം 0.6 കൊടുത്തു. അതിൻ്റെ എക്സ്പെക്റ്റഡ് റിട്ടേൺ 15 ആണ്, മൾട്ടിപ്ലൈ ചെയ്തു. പ്ലസ് അടുത്ത പ്രൊപ്പോർഷൻ ഇപ്പോൾ 40% ആണ്, അതായത് 0.4 മൾട്ടിപ്ലൈഡ് ആണ്, ഇവിടെ പ്ലസ് അല്ല, മൾട്ടിപ്ലൈഡ് ബൈ 13. രണ്ടും കൂടെ ആഡ് ചെയ്യുക, 14.2% ആണ് പോർട്ട്ഫോളിയോയുടെ എക്സ്പെക്റ്റഡ് റിട്ടേൺ. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടി. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ഈച്ച് സ്റ്റോക്ക്. ഇവിടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാൻ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പല ഇക്വേഷൻസും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ ഏതാണ് എളുപ്പം എന്നുണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യാം. ഇവിടെ എടുത്തിരിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് √RX - RX bar ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ n ആണ്. ഇത് പ്രോബബിലിറ്റി തരാത്ത കേസാണ്. പ്രോബബിലിറ്റി തരാത്ത കേസ് ആയതുകൊണ്ട് നമ്മൾ ഇവിടെ ഡിവൈഡഡ് ബൈ n എന്നിടും.
പ്രോബബിലിറ്റി തന്നിട്ടുള്ള കേസ് ആണെങ്കിൽ ഇവിടെ മൾട്ടിപ്ലൈഡ് ബൈ പി ഐ എന്നിടും. അതാണ് നമ്മുടെ ഇക്വേഷൻ വരിക. അപ്പോൾ നമ്മൾ ഇക്വേഷനിൽ ഇട്ടു. എന്നിട്ട് നമുക്ക് കോളം വരച്ച് ചെയ്യണം. കാരണം ഓരോ സെക്യൂരിറ്റിയുടെ റിട്ടേൺ അതിൽ നിന്ന് ഡീവിയേഷൻ എടുക്കണം, ഡീവിയേഷന്റെ സ്ക്വയർ കാണണം, എന്നിട്ട് വേണം നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാനായിട്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ഫസ്റ്റ് സെക്യൂരിറ്റി എയുടെ കൊടുത്തു, സെക്യൂരിറ്റി എയുടെ റിട്ടേൺ രണ്ടും എഴുതി, ദെൻ ഡീവിയേഷൻ -3, അത് ഡീവിയേഷൻ കാണിക്കുക RX മൈനസ് RX ബാർ. RX മൈനസ് RX ബാർ എന്ന് പറയുമ്പോൾ 12 മൈനസ് 15. RX ബാർ നമ്മൾ ഓൾറെഡി കണ്ടുവച്ചിട്ടുണ്ട്, 15 എന്നും 13 എന്നും ഓൾറെഡി നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് നമ്മൾ ഡീവിയേഷൻ എടുത്തു, -3 + 3. ദെൻ അതിൻ്റെ ഡീവിയേഷൻ്റെ സ്ക്വയർ എടുത്തു, 9 ഉം 9 ഉം എടുത്തു, 18 ആണ് ടോട്ടൽ വരിക. ഓക്കെ, ദെൻ അടുത്തത് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ സ്റ്റോക്ക് ബിയുടെ ആണ് ഇതേപോലെ തന്നെ എടുത്തു, -1 ഉം -1 ഉം ആണ് വരിക, സോറി +1 ഉം -1 ഉം ആണ് വരിക. അത് വെച്ച് നമ്മൾ ഡീവിയേഷൻ കണ്ടു. ഡീവിയേഷൻ കണ്ടതിന് ശേഷം അതിൻ്റെ സ്ക്വയർ കണ്ടു. ദെൻ സ്ക്വയർ കണ്ടു കഴിഞ്ഞാൽ അടുത്തത് നമ്മൾ ചെയ്യുക സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ വാല്യൂ കാണുന്നു. ദെൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ ചെയ്യുക രണ്ടെണ്ണത്തിൻ്റെയും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടു. 3 ഉം 1 ഉം ആണ് നമുക്ക് കിട്ടിയിരിക്കുന്ന സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. √18 divided by 2 that is 3 and √2 divided by 2 that is 1. ഇതാണ് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരും. ഇനി തേർഡ് ക്വസ്റ്റ്യനിൽ നമുക്ക് കാണാൻ പറഞ്ഞിരിക്കുന്നത് കോവേരിയൻസും കോറിലേഷനും ആണ്. അപ്പോൾ കോവേരിയൻസ് കാണാനായിട്ട് നമ്മൾ ഓൾറെഡി രണ്ടെണ്ണത്തിൻ്റെയും RX മൈനസ് RX ബാറും RY മൈനസ് RY ബാറും കണ്ടുവച്ചിട്ടുണ്ട്. ആ രണ്ടെണ്ണത്തിന്റെ വാല്യൂസ് ഇങ്ങോട്ട് എടുത്ത് എഴുതുക. എന്നിട്ട് ഈ രണ്ടെണ്ണം തമ്മിൽ ആ ഡീവിയേഷൻസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ -3 -3 എന്ന് വരും, ടോട്ടൽ -6 ആണ്. കോവേരിയൻസ് കാണാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഡിവൈഡഡ് ബൈ n ചെയ്തു. -6 divided by 2 -3 ആണ് കോവേരിയൻസ് വരിക. ദെൻ അത് കിട്ടിക്കഴിഞ്ഞാൽ അടുത്തത് കോറിലേഷൻ കാണുക. കോറിലേഷൻ കാണാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് കോവേരിയൻസ് XY divided by സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ X and സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ Y. ഇതെല്ലാം നമ്മൾ കണ്ടുവച്ചിട്ടുള്ളതാണ്, ജസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. -1 എന്ന് കിട്ടി കോറിലേഷന്റെ വാല്യൂ. അപ്പോൾ പെർഫെക്റ്റ് നെഗറ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ അതിനർത്ഥം റിസ്ക് കുറവാണ്, അല്ലെങ്കിൽ നില്ലാണ്, നെഗ്ലിജിബിൾ ആണ് എന്നുള്ളതാണ് അതിന്റെ മീനിങ്. ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ്റെ ആൻസർ പോർട്ട്ഫോളിയോ റിസ്ക് ആണ്. പോർട്ട്ഫോളിയോ റിസ്ക് കാണാനായിട്ട് നമുക്ക് പ്രൊപ്പോർഷൻ വേണം. പ്രൊപ്പോർഷൻ തന്നിട്ടുണ്ട് 60%. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ X നമ്മൾ കണ്ടുണ്ട്, പ്രൊപ്പോർഷൻ Yയുടെ തന്നിട്ടുണ്ട് 40%, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ Y കണ്ടിട്ടുണ്ട്, ദെൻ RXY തന്നിട്ടുണ്ട്. ഇത് നമ്മൾ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് പോർട്ട്ഫോളിയോ വേരിയൻസ് 1.96 എന്ന് കിട്ടും. ദെൻ വേരിയൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ റൂട്ട് എടുത്താൽ പോർട്ട്ഫോളിയോയുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടും. ഇവിടെ ആൻസർ 1.4 ആണ് നമ്മുടെ പോർട്ട്ഫോളിയോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. Okay, that's all about today's video. Thank you.